ചില സമയത്തെങ്കിലും ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. അവർ കാരണമാണ് എനിക്ക് ഉയരാൻ കഴിയാതെ വന്നത്. ആരും എന്നെ കൂടെയില്ല, ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എനിക്ക് വേണ്ടി പിന്തുണ നൽകുന്നില്ല. ഇങ്ങനെ ഒത്തിരി പരാതികൾ ആളുകൾ പറയാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന ഒത്തിരി പരാതികളിലൊന്നാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല. പല സമയങ്ങളിലും നമ്മളും പറയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എന്നാൽ എപ്പോഴും ഒരു കാര്യം നാം തിരിച്ചറിയണം, ദൈവമാണ് നമുക്ക് ഉയർച്ച നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ബിസിനസ്സിലോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഉയർച്ചയും മുന്നേറ്റവും തരുന്നത് കർത്താവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നാം ഉയരേണ്ടത്. മാനുഷികമായി ആരെങ്കിലും നമ്മളെ ഉയർത്തിയാൽ ഒരിക്കലും നമ്മൾ ഉയരത്തില്ല. ഒരു വഴി തുറന്നു തരാൻ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ, കണക്ട് ചെയ്യാനൊക്കെ ആളുകളെ ദൈവം ഒരുക്കുമായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടത് ദൈവമാണ്. യഹോവ ഒരുത്തിനെ ഉയർത്തുകയും മറ്റൊരുത്തിനെ താഴ്ത്തുകയും ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നുവെന്ന് വചനം നമ്മെ ഓർപ്പിക്കുക. ദൈവമാണ് ഉയർത്തുന്നതിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടം. ദൈവത്തെ തന്നെ നമുക്ക് സ്ഥിരമാക്കി നമ്മുടെ മുൻപിൽ വെക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. നമ്മൾ ദൈവത്തെ മുന്നിൽ വെച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും. യോസഫിൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ യോസഫ് ചെറിയ ബാലനായി പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട് അവിടുന്ന് അവൻ നീണ്ട നാളുകൾ പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അവൻ അവിടെ വീട്ടുവേലക്കാരനാണെങ്കിൽ പോലും അവൻ ആ വീട്ടുവേലക്കാരുടെ മുകളിൽ അധിപനായിരുന്നു. വിശ്വസ്തനായ ഒരാളെ ദൈവം അവിടെയും അധിപനാക്കി വെക്കുക. ഞാൻ ചിന്തിക്കുന്നത്, ജോസഫ് എന്ന് പറയുന്നത് അവനൊരു ലീഡറാണ്. അവൻ ബൈ ബർത്ത് ദൈവം അവനെ ലീഡർഷിപ്പിന് വേണ്ടി വിളിച്ചതാണ്. പൊത്തിഫറിൻ്റെ വീട്ടിലെ വേലക്കാരനായിരുന്നിട്ടും ആ വേലക്കാരുടെ മുകളിൽ അവൻ ചുമതല ഏറ്റെടുത്തു. അവനെ പിടിച്ച് ജയിലിലിട്ടപ്പോഴോ ജയിലിലും അവൻ അധികാരിയായി തീർന്നു. ജയിലിൽ കിടക്കുന്നവരുടെ മുകളിൽ ദൈവം അവനെ അധികാരിയാക്കി വെച്ചു. ദൈവമാണ് ഉയർത്തിയത്. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല, ദൈവം അവനെ മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. നമ്മൾ പറയും അതൊക്കെ അങ്ങ് പണ്ടത്തെ കാര്യമാണ്, ഇതൊന്നും നടക്കത്തില്ല, ദാവീദ് രാജാവായെന്നൊക്കെ പറയുമ്പം നമ്മൾ പറയും അതൊക്കെ അന്നാ നടന്നു. അല്ലെന്നേ, ഇന്നും ഇത് നടക്കും. എൻ്റെ യാത്രകളിൽ ഞാൻ പല ആളുകളെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിലെത്തിയ, സാമ്പത്തികമായി ആത്മീകമായൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ആളെ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെ നിങ്ങൾ ഇവിടം വരെ എത്തി? വെറും 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? അവരുടെ മറുപടി ഇതാണ്, എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ എത്തിച്ചത്, എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ ഉയർത്തി നിർത്തിയത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, എംടെക്കും ബിടെക്കുകാരും ജോലി ചെയ്യുന്ന ഒരു 450 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടം വരെ? അദ്ദേഹം പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞ് 1 വർഷത്തെ ITA പഠിച്ചവനാണ് ഞാൻ, പക്ഷെ ദൈവമാണ് എന്നെ ഇവിടെ പ്ലേസ് ചെയ്തത്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് വിദ്യാഭ്യാസമല്ല മാനദണ്ഡം. ദൈവം നിങ്ങളെ ഉയർത്താൻ പദ്ധതിയിട്ടാൽ അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ലോകത്തിൻ്റെ കണക്കിൽ പല ആളുകളും ഉയരേണ്ടവരല്ല, പക്ഷേ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ബി ഫെയ്ത്ത്ഫുൾ വിത്ത് ദ ലോർഡ്. ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുക, ദൈവം നിങ്ങളെ ഉയർത്തും. പരാതി വേണ്ട, പരിഭവം വേണ്ട. നിങ്ങളുടെ വഴി അടയ്ക്കപ്പെട്ടു, നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അവസരം തന്നില്ല, ഇങ്ങനെയുള്ള പരാതികളെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറയണം അവരവസരം തരാതിരുന്നത് നന്നായി. യോസഫിനോട് യോസഫ് പറയും, പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ടത് നന്നായി, ജയിലിൽ കൊണ്ടിട്ടത് നന്നായി, അവിടുന്ന് പൊത്തിഫറിൻ്റെ വീട്ടിൽ വന്നത് നന്നായി, കാരാഗൃഹത്തിൽ കിടന്നത് നന്നായി. ഇന്ന് മന്ത്രിയായിരിക്കാൻ കാരണം താൻ നേരിട്ട പ്രതിസന്ധികളാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പം നാം ക്ഷീണിച്ചു പോകേണ്ട. ഈ പ്രതിസന്ധികളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ഒരുക്കിയ ഉന്നതമായ ആ ഉയർച്ചയിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. പരീക്ഷകളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് കാണുന്ന പരീക്ഷകളും പ്രതിസന്ധികളും കണ്ട് ക്ഷീണിച്ചു പോകേണ്ട. കാരണം ഇതിനപ്പുറത്തായി ഒരു മുന്നേറ്റമുണ്ട്. പരീക്ഷ നടക്കുമ്പം കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പരീക്ഷ കഴിയുമ്പോൾ ഒരു പ്രൊമോഷനുണ്ട്, പരീക്ഷ കഴിയുമ്പോൾ ഒരു മുന്നേറ്റമുണ്ട്. അപ്പോൾ പരീക്ഷകൾ നമ്മളെ തളർത്താനല്ല, പരീക്ഷകൾ നമ്മളെ ഉയർത്താനാണ്, മുന്നേറ്റം തരാനാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നേരിടുന്ന പരീക്ഷകളെ കണ്ട് വേദനിച്ചും പേടിച്ചും പോകേണ്ട. ദൈവം നിങ്ങളെ മുൻപോട്ട് നയിക്കും. വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. മറ്റുള്ള ചിലരൊക്കെ നിങ്ങളെ താഴ്ത്തിക്കെട്ടി, നിങ്ങൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തി, നിങ്ങളെ കുഞ്ഞുങ്ങളെ സഹായിച്ചില്ല, വാക്ക് പറഞ്ഞവർ മാറിപ്പോയി, ചിലരൊക്കെ നിങ്ങളുടെ പണം വാങ്ങിച്ച് നിങ്ങളെ ചതിച്ചു. ഇതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട. എഴുതി തള്ളിയിട്ട് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കും. മറ്റുള്ളവരോട് വിദ്വേഷവും പകയും വെച്ചുകൊണ്ടിരിക്കുകയേ വേണ്ട. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായത് സംഭവിച്ചപ്പോഴും അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രാർത്ഥന ഇതാണ്, കർത്താവേ, എന്നെ ഉയർത്താൻ, എൻ്റെ തലമുറ ഉയർത്താൻ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ബിസിനസ്സിനെ, ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ എനിക്ക് ഉയർച്ച നൽകാൻ കർത്താവിന് കഴിയുമല്ലോ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. ആരോടും വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഉയർച്ചയ്ക്ക് തടസ്സമായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്രകാരം പുതിയ ചിന്തയിൽ ദൈവം നിങ്ങളെ മുൻപോട്ട് നയിക്കട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ കൂടുതൽ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.